പാരീസ് ഒളിമ്പിക്സിൽ തുടർച്ചയായി രണ്ടാം തവണ മെഡൽ നേട്ടത്തിനായി ഇന്ത്യൻ ഹോക്കി ടീം ഇന്നിറങ്ങുമ്പോൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ക്യാപ്റ്റൻ ശ്രീജേഷിന്റെ കുടുംബം. മെഡൽ നേട്ടത്തോടെ തന്നെ അന്താരാഷ്ട്ര മത്സരത്തിൽ നിന്നും ശ്രീജേഷിന് വിരമിക്കാൻ കഴിയുമെന്നാണ് കുടുംബത്തിന്റെ വിശ്വാസം. കരുത്തരായ സ്പെയിനിനെതിരെയാണ് ഇന്നത്തെ ഇന്ത്യയുടെ മത്സരം. 1980 ശേഷം ഇപ്പോൾ തുടർച്ചയായി രണ്ടാം തവണയാണ് ഹോക്കിയിൽ ഇന്ത്യ ഒരു മെഡൽ നേട്ടത്തിന് അരികെ എത്തിയിരിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ ഈ ഒരു നേട്ടത്തിന് അരികെ എത്തിയിരിക്കുന്നതിൽ ഒരു നിർണായക പങ്കുവഹിച്ച ഒരാൾ കൂടിയുണ്ട്. 2 പതിറ്റാണ്ടോളം ഇന്ത്യയുടെ ഗോൾവല വിശ്വസ്തയോടെ കാത്തു സൂക്ഷിച്ച മലയാളി കൂടിയായ ക്യാപ്റ്റൻ ആർ ശ്രീജേഷ് ഈ പാരീസ് ഒളിമ്പിക്സോടുകൂടി അന്താരാഷ്ട്ര മത്സരത്തിൽ നിന്നും ഒരു വിടവാങ്ങൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം. ഈ അവസരത്തിൽ ഇപ്പോൾ ശ്രീജേഷിൻ്റെ കുടുംബം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ടീമിലെ സഹപ്രവർത്തകരടക്കം ഈ ഒരു വിടവാങ്ങൽ ഇപ്പോൾ വേണ്ടിയിരുന്നില്ല എന്നൊരു കാര്യം ഇപ്പോൾ പറയുന്നുണ്ട്. നിങ്ങളോട്ടൊക്കെ ആലോചിച്ചതിന് ശേഷമാണ് ഈ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുള്ളത്? അതെ, പറഞ്ഞൊരു നേരത്തെ ഇങ്ങനെ തീരുമാനം പോകണം എല്ലാം റിസൈൻ ചെയ്യാനേ. എത്ര 20 വർഷം ടീമിൽ കയറിയിട്ട് മതിയല്ലോ, കളിച്ച് ആയിക്കാണമല്ലോ. എത്രനാൾ നിന്ന് നിൽക്കാൻ പറ്റിയത് ദൈവത്തിൻ്റെ കുരുത്താണ്. അപ്പം ദൈവഭാഗ്യം വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പം സെമിയിൽ ഇപ്പം നമ്മൾ പരാജയപ്പെട്ടപ്പോൾ ഒരു സ്വർണ്ണ നേട്ടം അല്ലെങ്കിൽ ഒരു വെള്ളി നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം ബാക്കി നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വിഷമമുണ്ട്. അത് നേടും എന്നല്ലേ വിചാരിച്ചിരുന്നത്. സ്വർണ്ണ വെള്ളി കിട്ടുമെന്ന് വിചാരിച്ചിരുന്നത്. സാരല്ല, ഇനിയും ബ്രോൺസ് ഉണ്ടല്ലോ. ഏതായാലും ഇന്നിപ്പോൾ ലാസ്റ്റ് മാച്ചാണ്. ഇനി ഇൻ്റർനാഷണൽ മാച്ച് ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ജയിച്ച് വരട്ടേന്ന് ഒരു മെഡലോടുകൂടി റിട്ടയർമെൻറ്റ് ചെയ്യായിരിക്കും നല്ലത് എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ വേണം, അങ്ങനെ ആകും ഉറപ്പായിട്ടും. ഇപ്പോൾ ഈ മത്സരത്തോടുകൂടി ഇപ്പോൾ അന്താരാഷ്ട്ര മത്സരത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ ഞാനെന്താ പറയുക, ഇപ്പോൾ അന്താരാഷ്ട്ര മത്സരത്തിൽ നിന്ന് വിരമിക്കുക എന്നുള്ളത് കുറച്ച് നാളുകളായിട്ട് നല്ലോണം തീരുമാനിച്ച് എടുത്ത ഒരു തീരുമാനമാണ്. പിന്നെ ഒരു മേജർ ടൂർണമെൻറ്റ് കളിച്ചിട്ട് റിട്ടയർ ചെയ്യണം എന്ന് എപ്പോഴും പറയാറുള്ള ഒരു ആഗ്രഹമാണ്. അതിപ്പോൾ ഒളിമ്പിക്സ് അതിനൊരു വേദിയായി കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ ഒരു റിട്ടയർമെൻറ്റ് മാച്ചിൽ ഒരു മെഡലോട് കൂടിയാവുകയാണെങ്കിൽ വളരെയധികം സന്തോഷം. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ശ്രീജേഷിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ നമുക്കും ആഗ്രഹിക്കാം ഒരു നേട്ടത്തോടു കൂടി, ഒരു വെങ്കല മെഡൽ നേട്ടത്തോടു കൂടി തന്നെ ഇന്ത്യക്കായി ഇത്രയും കാലയളവിൽ ഇന്ത്യക്കായി മത്സരിച്ച ശ്രീജേഷും ഒപ്പം തന്നെ ഇന്ത്യൻ ടീമിനും ഒരു മെഡൽ നേട്ടത്തോടു കൂടി തന്നെ പാരീസ് ഒളിമ്പിക്സിൽ നിന്നും വിജയകരമായി മടങ്ങി വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.